السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. صدق الله العلي العظيم. പരിശുദ്ധ സഹോദരങ്ങളെ, സൂറത്ത് നിസാ 36 ആയത്ത് സിലക്ഷൻ ചെയ്യോ കാരണ ഇത് ഒരു ശബ്ദ യാനമാണ്. നിങ്ങളെല്ലാം അറിയേണ്ട വിഷയം. വൽ ജാരി ലിൽ ഖുർബ വൽ ജാരി ജുനുബി വസ്സാഹിബി ബിൽ ജംബ്. 3 വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇജ്തിമാഇയായ നിലയിൽ ഉണ്ടാവണം കൽപ്പിച്ച. എല്ലാ ഉമ്മന വയറ്റിൽ വരുമ്പോൾ പ്രസവിച്ച് വരുമ്പോൾ ഫർദൻ 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 ഇങ്ങനെ പറഞ്ഞെങ്കിലും വാസിക്കുമ്പോൾ അങ്ങനെ ഇക്കോണം ഇജ്തിമാ ഒട്ടിക്കണം. അതൊരു നേച്ചർ. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഒട്ടിക്കണം. മക്കത്തെ മദീനത്തെ ഉംറ കഴിഞ്ഞ് പോയേ അങ്ങനെ വരിൽ ഞങ്ങൾക്ക് ബേജാർ. എൻ്റെ ആ മരണം, ആ നിദ്രയിൽ അങ്കുലെ അവസ്ഥ, ആ തീയിലിട്ട് കരിക്കുമ്പോൾ അങ്ങനെ മനസ്സും ബേജാറും ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ബേജാർ. അത് മാനസികമായ നിരക്കര. അത് പേര് മാനസികമായ ശാരീരികമായ പല നിലക്കുള്ള നിരക്കുകൾ. അത് അറബി ഭാഷയിൽ അത് പേര് ജാർ. എന്നാൽ എൻ്റെ ബാബു നിരക്കര നേരെ ഹോരെ. അത് ചുള്ള കാരണമുണ്ട്. പക്ഷേ ഇസ്ലാമി ശരീഅത്ത് പ്രകാരം നിരക്കരക്ക് വലിയ അവകാശമുണ്ട്. ഖുർആൻ ഷരീഫു ആ ശബ്ദത്തെ ജാർ. ലോകത്തിൽ അള്ളാഹുവിന്റെ നിരക്കര എന്നുള്ള പേര് സിദ്ധിച്ച ഒരാളുണ്ട്. താബിയിൽപ്പെട്ട സാഹിത്യ പണ്ഡിതൻ ജാറുല്ലാഹിൽ സമഖ്ശരി. ലോകത്തെ അറബി ഭാഷയിൽ കലങ്ങി കുടിച്ച് ഒരക്ഷരം പോലും അതിൻ്റെ കാരണങ്ങൾ വിവരിച്ച ലോകത്ത് വലിയ സാഹിത്യ പണ്ഡിതൻ ജാറുല്ലാഹിൽ സമഖ്ശരി. അതിൻ്റെ പേര് സമഖ്ശരി. ചില പരിഷ്കരണവാദക്കാർ ആദ്യത്തിൻ്റെ പിന്നെ അഹ്ലു സുന്ന വൽ ജമാഅ എന്നുള്ള അണ്ടത്തെ ബോർഡ്. ഇന്നത്തെ സുന്ന ജമാഅത്തല്ല. ഇന്ന സുന്ന ജമാഅത്ത് നാമക്കെ വാസ്തേ. സുന്നത്ത് കൊറോടി ജമാഅത്തും കൊറോടി. അഹ്ലു സുന്ന വൽ ജമാഅത്ത് ബോർഡ് വെച്ചിട്ട് സ്ഥാപിത 300 വർഷം. ഞങ്ങൾ അതിലേക്ക് പോകേണ്ടി വേണ്ട. അതാ ചൊല്ലുന്നത്. ഈ ജാറുല്ലാഹി സമഖ്ശരി അള്ളാഹുടെ നിരക്കര എന്നുള്ള പേര് വെച്ചാൽ ഞാൻ അള്ളാഹുടെ മുട്ടാണ്. ലോകം അംഗീകരിച്ചത്. അത്ര നല്ല മനുഷ്യൻ.
അതിൻ്റെ പേര് ജാറുള്ള. അള്ളാന്റെ നേബർ, അള്ളാന്റെ പടോസി, അള്ളാന്റെ നിലക്കാർ. എല്ലാ നിലയിലും അള്ളാന്റെ അഹക്കാമൽ സ്വീകരിക്കുന്നതും വിലക്കപ്പെട്ടതിനെ വിരോധിക്കുന്നതും ചാച്ചു തപ്പാണ്ട് ജീവിച്ച ഒരു താപിൽപ്പെട്ട് വലിയ സാഹിത്യ പണ്ഡിതൻ ഇമാം റാസി എപ്പോൾ ചൊല്ലു ഹാദാ ഖൗലു സാഹിബുൽ ജഹറിൽ ജുമഖ്ശരി. തൻ്റെ ഈ പൽക്ക ജമഖ്ശരി തൻ്റെ കശാഫിൽ ചൊന്ന അഭിപ്രായത്തോട് യോജിച്ചതെന്നാണ് എഴുതിയോട് പണ്ട്. അപ്പോൾ ഈ രാജനെക്കാട്ടി മുന്നോട്ടാണ്. അപ്പോൾ ജാറ് ചൊല്ലും നിരക്ക് അതേ ഭാഷയിൽ ജാറ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വുളു എടുത്തുകൊണ്ട് മനസ്സിലാക്കണം. വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില സഹാബത്തിന് ഒരു ആശ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ച് വിട്ടുപോയ തണ്ണി ബറക്കത്ത് ആ നബിയുടെ ആ കിണ്ടി ആ ചൊമ്പൂരിൽ നിന്നും അവശേഷമായ തണ്ണി എടുത്തത് എല്ലാ മോത്തവും പരട്ടിയത്. മനസ്സിലാക്കും. അള്ളാഹ് റസൂൽ കേട്ടത് മാ യഹ്മിലുക്കും അലാ ഹാദാ, ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് എന്ത് ആരിത് പ്രോത്സാഹമാക്കി എനിക്ക് ഇത് നിങ്ങൾക്ക് ചെന്നരാജ് ഹുബ്ബുല്ലാഹ് വ ഹുബ്ബുർ റസൂൽ. നിങ്ങൾക്ക് അള്ളാഹിനോട് റസൂൽ വലിയ പിരിച്ചുണ്ട്. അങ്ങനെ ഈ തണ്ണി പുരട്ടിയാണ്. അപ്പോൾ അള്ളാഹ് റസൂൽ 3 കണ്ടീഷൻ വെച്ചത്. നിന്റെ പകൽ അങ്ങനെ ഒരു ആശ അഭിലാഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആവുമെങ്കിൽ 3 കണ്ടീഷൻ സ്വീകരിക്കും. ഇവരെ കുതിർത്ത് മുഹമ്മദ് റസൂൽ ഇപ്പം നമ്മൾ സാധാരണ ബർക്കത്ത് 6 വന്ന് കൈമുത്തിക്കൊണ്ടും കാൽമുത്തിക്കൊണ്ടും സ്വഭയിൽ പോയി മകനത്തോളം കാത്തു പിടിച്ച് എന്തേ ആവുണ്ടോ ആഗ്രഹ മനുഷ്യന്മാർ വെച്ചുകൊണ്ടത്. അല്ലാഹു അഅലം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്. ആ നബിയുടെ വുളൂവിൽ തന്നെ അവിശേഷമായ തന്നെയെ തൻ്റെ മേലെ സെന്റ് പോലെ പുരട്ടിയ സഹാബത്തൊരട്ടിയെ ചെത്തു. 3 കണ്ടീഷനുകൾ നിങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ അത് എഫക്റ്റ് ആവും. ഇല്ല എന്തോ നിങ്ങൾക്ക് ഒരു തന്നെ വർഷമല്ലാണ്ട് ഒരു ഫായില്ല. ഏത് 3 കണ്ടീഷൻ? 1 അഹസൻത ബിൽ ജാരി ഫൽയസ്തുഖ് ബിൽ ജാർ. നരക്കരിയോട് നിന്റെ സംബന്ധ വാസ്തവികതകൾ ഉണ്ടെങ്കിൽ ഇതിൽ എഫക്റ്റ്. നിരക്കര നിന്റെ നിരക്കര നിക്കൊരു ജാഗുണ്ട് 5 ഫീറ്റ്, അതുകൊരു നീ ഗ്രൗണ്ട് വാൾ ആക്കര ഒരു കമ്പൗണ്ട് വാൾ അത് നേരെ തൊട്ടടുത്തുള്ള പേര് നേരെ ഞങ്ങളെ പടോസി നിരക്കര എല്ലാ ലോകത്തിലുള്ളത്. ആ നിരക്കരയ്ക്ക് ഇസ്ലാം ഭാര്യയുടെ ഗൗരവം നൽകി. നിരക്കര അത്യാവശ്യങ്ങളെ ഈ നിരക്കര അത്യാവശ്യ വീട്ടിലും വീട്ടില്ലെങ്കിൽ നല്ല ആഹ്റത ശിക്ഷയെ ഗുരിയാവും. അപ്പൊ അള്ളാഹ് ഇതാ അഹസൻത ഇലാ ജാരി, നിരക്കരയോടുള്ള സമം ഉണ്ടാവും. അങ്ങ് എന്തെങ്കിലും മറന്നൊരു അപേക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ നിറവേറ്റില്ല. എന്തെങ്കിലും കട എട എന്തെങ്കിലും ആവശ്യം നിങ്ങത് നീട്ടില്ല. എന്തെങ്കിലും നല്ല ഖുശ്ബു വന്ന് നല്ല മണം നിരസകരിയാകുമ്പോൾ ഒരു ചെറിയൊരു അംശം അങ്ങ് നൽകട്ടെ എന്നുള്ള കൊതി ആശ നിങ്ങൾക്കുണ്ടായില്ല എങ്കിൽ ഈ തണ്ണിക്ക് ബല അല്ലെങ്കിൽ തണ്ണിക്ക് ബല. ഇതെന്ത് കണ്ടീഷൻ നിങ്ങൾക്ക് വേണ്ടില്ല. അതൊന്നും അമാനത്ത്. നീ ആരെങ്കിലും അമാനത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതേ ടൈമിൽ കൊടുത്തുതരാം. 3-മത്തത് നിങ്ങൾ പലക്ക് പറയുമ്പോൾ സത്യത്തെ മാത്രം ചെന്നരാം. ഇത് നിങ്ങൾ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇല്ല അതില്ലെങ്കിൽ ഇതും ഇല്ല എന്ന് മുഹമ്മദ് റസൂൽ. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിരക്കരയെ സംബന്ധ ഒരു പറക്കത്തിന് ജാഗിയയിൽ നിരക്കരയെ സംബന്ധം ഇല്ലെങ്കിൽ നബി തങ്ങളെ പോലും ബല്യങ്ങളെ പറക്കത്ത് പോലും നശിക്കൂ, അത് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ചെറിയ വിഷയം. 2-മത് ശിർക്കിനെ പകൽ ഒരാൾക്ക് അതിന് ചൊന്നുകൊണ്ട് ചെന്നെങ്കിൽ അതിനെ ഗൗരവം. ശിർക്കിനെ പകൽ ശിർക്കിനേക്കാൾ വലിയ തപ്പ് ലോകത്തിലില്ല. എല്ലാ തപ്പും മാഫുണ്ടോ, ശിർക്ക് മാഫില്ല. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയില്ല ഒരാൾ ശിർക്കൂടെ കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ മറിച്ചു പോകേണ്ട അല്ല, അയാൾക്ക് തൗബ തീരുണ്ട്, തൗബാക്കി മാഫ്. പിന്നെ അയാൾ മാഫാവില്ല.
ശിർക്ക് കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു പോയിട്ട് ചെല്ലാം എങ്കിൽ ആഖിറത്തിൽ അയാൾക്ക് മാപ്പില്ല. പിന്നെ ഏതുള്ള മാഫുണ്ടോ? വ്യഭിചാരത്തിന് ചിലപ്പോൾ മാഫിക്കും. എന്നത് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അവൻ വിചാരിച്ചെങ്കിൽ അവൻ മാഫാക്കുക, അവൻ വിചാരിച്ചെങ്കിൽ അവൻ മാഫാക്കില്ല. ശരി, അവൻ ചെന്നൈ അവൻ്റെ കൽപ്പന പോകില്ല. അപ്പൊ ശരിക്കും അങ്ങനെ മാഫാവില്ല എന്നാല് സൂറത്ത് നിസാ നോക്കി പോണാൽ ബന്തി ഇന്നല്ലാഹ ലാ യഗ്ഫിറു ശിർക. ഇതിനകത്ത് വരും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് മാഫ് കൊടുക്കില്ല. ശിർക്ക് വഴിയുള്ള തപ്പുകൾ മാഫ് കൊടുക്കുക. സഹാബത്ത് എല്ലാം ശിർക്കാക്കി, എല്ലാവരും സഹാബിമാർ അവൽ എല്ലാം ശിർക്കാക്കി. നബിയുടെ കണ്ണിൽ പിന്നെ മുസ്ലിമെ എല്ലാം അല്ലാഹു മാഫാക്കി. പക്ഷെ ഒന്നും വേണം, ഇങ്ങനെയുള്ള ശിർക്ക് ഒരു സഹാബി കേട്ടു. വലിയ മഹാപാപത്തെ കൂട്ടത്തിൽ വലിയ പാപങ്ങളെ എണ്ണ വേണ്ടി വന്നപ്പം അള്ളാഹിന്റെ ജാഗയിൽ ഒരാളെ സ്ഥിരീകരിച്ച് അള്ളാഹിന്റെ ഹുക്കും പോലെ പിന്നൊരാളെ ഹുക്കും സ്വീകരിച്ച് അള്ളാഹിന്റെ ജാഗയിൽ ഒരാളെ വെച്ചു കൊടുക്കൽ, അള്ളാഹിന്റെ അധികാരത്തെ വെച്ചു കൊടുക്കുക, അള്ളാഹിന്റെ അവകാശത്തെ വെച്ചു കൊടുക്കുക, ഇത് ശരിക്കും. രണ്ടാമത് നിനക്കരയുള്ള ഒരു പെണ്ണോട് നീ സംബന്ധം പുലർത്തലും ശരിക്കും. ഇത് ലോകത്തിലറിയും എന്ത് നിനക്കരെ പെണ്ണ് അപ്പക്ക് ഇങ്ങനെ പകൽ അങ്ങനെ പോലെ നിനക്കരക്ക് ഇങ്ങനെ പകൽ നല്ല അഭിപ്രായം. അല്ലാഹു റസൂൽ അവിടെ പെരുമാറ ശബ്ദ വലാ തദുൻ ബിജാരിയത്തി ഹലീലത്തിക്ക്. നിന്റെ ജാതി നിന്റെ നിരക്കർക്ക് ഹലാലായ ഒരു പെണ്ണുരോ നീ കൈവശപ്പെടുത്തൽ. അതെന്തിന്? ശിർക്ക് ഹറാം. പക്ഷെ ശിർക്കിനെ ജാഗിൽ നീക്കിട്ട് എന്തത് അവിടെ നിരക്കര എന്നുള്ള സംബന്ധം അത് നശിക്കരുത്. വിഷയം. മൂന്നാമത്തേത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ചമ്മ കാര്യത്തെ വസിയത്താക്കും. വർക്കത മാ സാല ജിബ്രീലു യൂസുനി ബിൽ ജാരി അന്നി ളനന്തുഹു സയുവരിസുഹു. ജിബ്രീൽ അലൈഹിസ്സലാം നക്ക് നിരക്കറിന ബഗൽ വസിയത്ത് ആക്കിക്കൊണ്ടേ ഉണ്ട്. ബുഖാരി ഇന്നി ളനന്തു നക്ക് ഇങ്ങനെ വിചാരിക്കേണ്ടി വന്നത് സയുവരിസുഹു നിന്റെ സ്വത്തിന് ഒരു അംശം അങ്ങ് നൽകേണ്ടി വരുക, നിന്റെ വാരിസിൽ നിരക്കരയെ ഉൾപ്പെടുത്തേണ്ടി വരുക എന്ന് ഞാൻ വിചാരിക്കുക തോന്നും. ജിബ്രീൽ നക്ക് വസിയത്ത് ആക്കിക്കൊണ്ടേ എന്ത് എങ്ങനെ ബിൽ ജാരി ബിൽ ജാരി നിരക്കരയെ സംബന്ധത്തിൽ ഈ ജാഗ്രതയാക്കാൻ മുഹമ്മദ് നബിക്ക് അല്ലാഹു റസൂലുള്ളാഹി നബുവത്തിൽ ഈ ജാന ബഗൽ വിഷബണ്ട് മുതലേ മനസ്സ് മുഹമ്മദ് നബിന്റെ മാനവ ലോകത്തോടെ തന്റെ നിരക്കരാര് അബൂലഹബ് നബിൽ നിരക്കര നബിലെ കുഞ്ഞപ്പ നബിൽ നിരക്കര നബിലെ കുഞ്ഞുമ നബി എത്ര മഅറൂഫായ നല്ല കാര്യം ആക്കിയാലും അബൂലഹബ് പഠിക്കില്ല. എന്നേലും അവിടുത്തെ കസ കെട്ടി എടുത്ത് ഇപ്പുറത്ത് മൊത്തിരിക്കും. ഒരു മതില അപ്പുറം ഇപ്പുറമുള്ള രണ്ടടുപ്പും ഇവിടെ എല്ലാം വേസ്റ്റ് സാമാൻ എടുത്ത് നബിരെ ആ ജാഗികയും ഇങ്ങനത്തെ ഉപദ്രാക്കിയാൽ അബൂലഹബ് തപ്പത്തിയതാബിലഹബ് എന്നല്ല ആ അബൂലഹബ് എങ്ങനെ നിരക്കരെ ആ ഗൗരവ പോരിഷ എന്ത് കാട്ടിയെങ്കിലും 10 ജാഗ ഒരേ ഡോറിന് രണ്ട് പായിലേക്ക് പോകുമ്പോൾ ആ ഡോറിന് ജാഗ അടിച്ചു ഭാരി ശുദ്ധീകരിക്കുമ്പോൾ അയാൾ ശുദ്ധീകരണത്തിൽ പൊട്ടുന്നില്ല. അതോടെ കേട്ടോ അബൂലഹബ് മുഹമ്മദ് നബിയെ പിന്നെ അബ്ബരെ അബൂലഹബ്. അപ്പൊ ഇങ്ങനെ വസിയത്ത് പണ്ട് ജിബ്രീലുണ്ട് ബിൽ ജാർ ബിൽ ജാർ ബിൽ ജാർ. നബി വിചാരിക്ക് നിന്റെ സ്വത്തിന് ഒരു കണ്ട നിരക്കരി കൊടുക്കേണ്ടി വരുക ഇനിമിട്ട് അങ്ങനത്തെ ആയത്ത് വേണ്ടാണ്ട് വിചാരിക്കെടുത്തു.
അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ചൊല്ലു, സമയത്ത് ഖുതുബത്തുൽ വിദാഇ, വിദാ പ്രസംഗത്തിൽ ഞാൻ ഹാജരില്ല. മക്കത്ത് ലാസ്റ്റ് നബി നാജ് വിദായ സംഭാഷണം, അത് പ്രഭാഷണം ബില്ല്. അള്ളാഹു വസല്ലം അത് പലക്ക് പറയുമ്പോൾ അഹറസ ബിൽ ജാരി അക്സർ, ജാരി ജാരി എന്നുള്ള ശബ്ദം യാർക്ക് യാരെ സ്പീച്ചിലിട്ട് നിരക്കൽ. അബൂ ഉമാമത്തുൽ ബാഹിലി ചൊല്ലു, ഇന്നി ളനന്തു അന്നഹു സുവരിസു. നബി തങ്ങൾ ജിബ്രീലിനെ കണ്ടപ്പോൾ വിചാരിച്ച അതേ വിചാര അബൂ ഉമാമത്തുൽ ബാഹിലിക്കും ഉണ്ടായിട്ട്. അയാൾ ചെന്ന് ഞാൻ വിചാരിച്ചു പോയ എൻ്റെ അപ്പൻ സ്വത്ത് ഒരു ഓതി ഇയാൾ കൊടുക്കേണ്ടി വരുക നിരക്കരക്ക്. ആ നിരക്കൊക്കെ മൂന്നാക്കുണ്ട് തൊട്ടു നാപ്പു അകത്തോളും ಹೊರೆ ನೆರೆ ಹೊರೆ ಅತ್ತರ ನೆರೆಕರೆಲ್ಲ ಇದರ ಸಂಬಂಧ ഒരു നിരക്ക് ഒരത് ನಾನು ಮುಟ್ಟುತ್ತಾಗ ಅಂಕ್ ನೆರೆಕೆ ಅಪ್ಪರ್ತಾಗ എങ്കിൽ ഫസ്റ്റ് റൗണ്ട് നിരക്കരെ അങ്ങനെ എന്ന് പോയെങ്കിൽ ഈ ഒന്നാമത്തെ നിരക്കരോ 39 അവകാശി എന്ന് കൂടി റസാലിമ ബാബുൽ ജാർ നിരക്കരയെ സംബന്ധിച്ചപ്പം ഒരു നിരക്കരനോടും തൻ്റെ അയൽവക്കത്തുള്ള നിരക്കരിലുള്ളവും ഗൈർ മുസ്ലിമായെങ്കിൽ ഒരു സംബന്ധം, മാനുഷിക സംബന്ധം, മാനവീയത്തെ സംബന്ധം ഒന്ന് മനസ്സിലാക്കും. ഞാൻ നിരക്കര ഗൈർ ഗോമായെങ്കിൽ ഒരു സംബന്ധം, എന്ത് സംബന്ധം? മനുഷ്യ സംബന്ധം. അങ്ങ് ബൈക്ക് എത്തുപാട്ടോ, അങ്ങ് ദാഹിക്ക് എന്തും ഇല്ല എത്തുപാട്ടോ, അങ്ങ് രോഗ എന്തില്ല ആൽദൂമാരാമ പിന്നെ നൈതിക ഒരു സംബന്ധം. മുസ്ലിമായ രണ്ട് സംബന്ധം, എന്താ ഇസ്ലാമിയത്തിന് സംബന്ധം. ഒന്നു ഇസ്ലാമിയത്തിന് സംബന്ധം, രണ്ട് നിരക്കരങ്ങൾ സംബന്ധം. ഈ രണ്ട് സംബന്ധം വെച്ച് അയാൾ ആദരിക്കണം. അയാൾക്ക് നിന്റെ ആദരിക്കും തെരിയാണ്ടിക്കട്ട് നന്റെ അയാളെന്ന് വിളിച്ചതിലെ പോവാം. ഞാൻ എന്തുകൊണ്ട് വിളിക്കാതില്ല? നിനക്ക് ബുദ്ധി ബോധ എല്ലാ ജ്ഞാനം ഉണ്ടെങ്കിൽ നീ അയാളെ ആദരിക്കണം. നിന്റെ നിരക്കര അയൽവക്കക്കാരൻ. ഇത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മൂന്നാമത് മുസ്ലിമും നിരക്കരക്കാരനും കുടുംബക്കാരനും എത്ര സംബന്ധികരണം. 3 ഫള് ഇയാൾക്ക് എത്ര? 3 സംബന്ധവും. സംബന്ധമേൽ ഡിപ്പെൻഡ് ചെയ്തും പണി ചെയ്യണം. നിരക്കരയും നോക്കും, മുസ്ലിമും. ഇത്ര ഞങ്ങൾക്കെല്ലാം 3 കൂലിക്ക് 3 ഇരട്ടി പോരിശ ഇതിൽ കിട്ടും. ആ സംബന്ധത്തിൽ അയാൾ മുസ്ലിം, നിന്റെ കുടുംബം, നിന്റെ മുറ്റത്താവുന്ന നിരക്കരോട് പാവം. ഞങ്ങളെല്ലാം ആവതില്ല എങ്കിൽ ഞങ്ങളെ ബൈക്കിലും ഞങ്ങളെ കാറിലെ പോയിക്കൊണ്ടിരിക്കുന്നല്ല കേൾക്കും. ആവശ്യമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കൊണ്ട് പോകും. ഇതെല്ലാം നടത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി ബാബുൽ ജാർ, നിരക്കരെ സംബന്ധ എന്നുള്ള വലിയ അധ്യായം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല മോണോ ഒരു കത്തൽ സഞ്ചാരം, ചിലപ്പോൾ കത്തൽ ഞങ്ങൾക്ക് സ്കൂട്ടർ, ബൈക്ക്, കാറിക്കും, ചിലപ്പോൾ സ്കൂട്ടർ ആവശ്യമാക്കി സ്കൂട്ടർ, പിന്നൊന്നും നിങ്ങൾ പോകും കത്ത സഞ്ചാരമാക്കിയത്. അങ്ങനെ കുറേ അപ്പുറത്തും തൻ്റെ റബ്ബറയിൽ പിന്നൊരാളും ഇന്ന് കൂടെ കുറേ അപ്പുറത്ത് ഒരാൾ ബെയിൽ നടന്നോട് പോകും. നോക്കുന്നതിനൊക്കെ ഒരാൾ നിപ്പാടി അവിടെ ജെಂಡ ಹಾಕೊಂಡು ನೆರೆಕೈಬೇಕು. ಉಮರ್ ಖತ್ತಾಬು ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಂತ ಅಸಲು ಪಲ್ಕವನ್ನು ಹೇಳಿದ್ರು. ಅಸಲು 5 ಗಂಟೆಗೆ ಸಂಭಾಷಣೆ ನಡೆಸ್ತಾರೆ. ಉಮರ್ ಖತ್ತಾಬ್ ಮೋಹನ್ ನಿಪ್ಪಾಟಿ ಯಾ ಹಾದ ತಾಲ್ ഇയാളെ തൻ്റെ പക്കടി തൻ്റെ പേര് കഴിക്കുന്ന ചട്ടയിട്ട് അതെടുത്ത് അയാൾ തലയിൽ ചുറ്റില്ല. അയാൾ അജബൈ വെച്ച് നമ്മൾ റെസ്പെക്റ്റഡ് വലിയ ആൾ, അയാൾ ഗൗരവിക്കുന്ന ആൾ, ഖലീഫയുടെ മോൻ. പേടിച്ചതല്ല, ഞങ്ങളുടെ വ്യക്തിത്വമാണ്. സെക്കൻഡ് വൺ ഡേ ഈ കത്തിൽ നിങ്ങൾ പോകുന്നു. ഞാൻ നടന്നു അപ്പുറത്തും
നാളും ബെയിൽ അടിക്കുമ്പോൾ നിങ്ങൾ ബെയിൽ അടിക്കുന്നില്ലേ? അപ്പോൾ അയാൾ എടുത്ത് ഒട്ടിയുള്ള ആരെയാണ്? ഖലീഫാക്കന്മാരെ സംബന്ധമുള്ള ആളാണ്. പിന്നെ ഓവോ സദീഖ് അബി, എൻ്റെ അബ്ബൻ്റെ ഫ്രണ്ട്, എൻ്റെ അബ്ബൻ്റെ ചങ്ങ. യസ്കുർ ബിൽ ജാർ, ನನ್ನ ನೆರೆಕರೆಲ್ಲ ಬೇರೆ ಅನ್ನೋ ನನ್ನ ಬಚ್ಚಿತು ಬೇಯ್ತು ನನ್ನ ನೋಡಬಹುದು ಬೇಯಿಲ್ಲ, ಅದು ಸೌದಿನ ಬೇರು ಎಲ್ದೆ ಪಡ್ತು ಫಿನಿಶಂತೆ. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ക്ലാസ്സിൽ ഞാൻ ഇന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഇന്ന അബറൽ ബിർരി അൻ യുവല്ലിയ ബഅദ മൗതി അബി. ഗുണത്തിൽ വെച്ച് വലിയ ഗുണമേ അപ്പന മരണാനന്തര അപ്പരുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുടെ ഫ്രണ്ട്ഷിപ്പ് കാട്ടൽ. ബുഖാരി ഹദീസ്. ഇത് നമുക്ക് അമൽ ചെയ്യുന്ന അവകാശം കിട്ടുന്നില്ല, ഇപ്പം കിട്ടിയത്. അതെന്തോ സെക്കൻഡ് നിരക്ക് എൻ്റെ മുട്ടുള്ള ഞാൻ മംഗലത്തെ നിശ്ചയിച്ചെങ്കിലും എൻ്റെ മോലെ ഫിക്സ് ആയിട്ട് എന്നുള്ള വിവരം കൊടുക്കാം. ഞാൻ ഇതികളെ പറയുമ്പോൾ കാറില്ല, സൈക്കിളില്ല, മോട്ടറില്ല, എന്തും ഇല്ല. നിന്റെ പോലത്തെ ബല അലങ്കാര തുണി കൊടുക്കണക്കോ നിന്റെ പോലത്തെ ബല അലങ്കാരിക്കണക്കോ സാധ്യമില്ല. ദുർഭാഗ്യ പുല്ല് നിരക്ക് ആൾക്കാരിക്കും നമ്മളൊരു ജാക്കറ്റ് ഇന്നത് ഒരു കുട്ടിക്ക് പോയിരുന്ന ഇന്നേ ജാഗെ എൻ്റെ മോണക്കും ഒരു എൻ്റെ മോൾക്ക് ഫിക്സ് നിരക്കൽ ചൊല്ലും. എൻ്റെ മോൾക്ക് ഫിക്സ്, എൻ്റെ മോൺ ഫിക്സ്. ഇന്നൊരു അഹമ്മദ് ചൊല്ലാതെ മോൺ നിങ്ങൾ വിവരം ആര് കൊടുക്കും? ഈ കൊടുക്കും. മങ്ങിൽ തുണ്ടൽ വേഗം നിങ്ങൾ വേറെ വിളിക്കുക. അതിൽ പിന്നെ ഇയാളെടുക്കൽ ആരെടുക്കും വലിയ റെസ്പെക്റ്റഡ് ആളല്ലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി പിന്നൊരു പ്രവർത്തിച്ചു നാം വയ്യാക്കണം. പിന്നൊരു പ്രവർത്തനം ഈ ആയത്തിൽ ഓതില്ല. ഇതിൽ പറഞ്ഞ ജാരിക്ക് അർത്ഥക്ക് ബിൽ ജാർ നിങ്ങൾ ഓർമ്മിക്കണം. അറബി ഭാഷയിൽ ജാർ നിരക്കരെ. അല്ലാഹു റസൂലു ലാ യദ്ഖുൽ ജന്നത മൻ ലാ യൗമുനു ബവാതു ജാറുഹു. നരക്കരുടെ ഉപദ്രവം നിപ്പാട്ടാത്തവൻ സ്വർഗത്തിൽ കിടക്കില്ല. എപ്പോഴും ഉപദ്രവം അടിപിടി മാത്രമല്ല, അവന്റെ വർക്ക് ഉപദ്രവം. ഓടെ ലൗഡ് സ്പീക്കർ, ഓടെ ദിക്റിന്റെ ശബ്ദ ബാഹുല്യ, ഭയങ്കര ദിക്ർ. ഓമ്പേ നാണ് അല്ലാഹ് ശൈത്താനാണ്. ഓൻ ഭയങ്കരമായ ദിക്ർ എടുക്കുക. എന്ത് ദിക്ർ? അള്ളാഹ്ക്ക് വേണ്ടി. പക്ഷെ മുഹമ്മദ് നബി ആരെയും ദിക്ർ കൊണ്ട് ഉണ്ടാക്കിയില്ല. എത്ര ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ദിക്ർ, നിങ്ങളെ ഖുർആനോത്ത് അങ്ങനെ ഉനക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ സ്റ്റോപ്പ് ആക്കണം. മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് ആൾക്ക് ഓതണ്ടാണ്ടത്. ഒരാൾ പറഞ്ഞത് അയാൾ സുബൈക്ക് വേഗം എനിക്ക് തഹജ്ജുദ് വേഗം വന്നു. ഇയാൾക്ക് ലേറ്റ് ആയിട്ട് വരണം. ഇയാളുടെ പണിയെല്ലാം ജാവ് നൈറ്റ് ഡ്യൂട്ടി പോകണേറ്റ്. ആ വർണ്ണനാളം കൊണ്ട് ഇയാൾ ഓതൽ ഹറാം. മാനസിക നിരക്കരയെ സംബന്ധം എൻ്റെ ഖുർആനെല്ലാം വലിയ ആൾ ഉള്ളെടുത്ത് വലിയ പലിച്ചുകൊണ്ട് പോലെ നിരക്കര ഒരാൾ പറഞ്ഞു. ആ വർക്കുകാരെ ഒപ്പിടുത്തു. അല്ലാഹു റസൂലിന്റെ നിസ്കാരം കളഞ്ഞപ്പാട് ദിക്ർ നിങ്ങൾ ജോറെടുക്കുകയാണ്. മെല്ലെ സമാധാനത്തിൽ നിങ്ങൾ പിന്നെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മസ്ബൂഖ് എന്നുള്ള നിസ്കാരത്തിൽ എന്നെ അലങ്കോളം നിങ്ങൾ പെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി കുറവുടിയാവും. മെല്ലെ ദിക്ർ, മെല്ലെ തസ്ബീഹ്, മെല്ലെ ദുആ, എല്ലാ ഫിഖുകളും. ഇതൊരു ജമാഅത്ത് ഇസ്ലാമി, ഒരു മുജാഹിദ്, പിന്നൊരു പാർട്ടിയല്ല. അഹ്ലു സുന്ന എന്നുള്ള അണ്ടത്തെ 1300 വർഷത്തിന് മുതൽ അഹ്ലു സുന്നയിൽ ഇത് എഴുതപ്പെട്ട് ഇന്നും ദർസിൽ പഠിക്കപ്പെട്ടു, എല്ലാ ദർസിലും. അപ്പോൾ നബിജത്ത് ലാ യദ്ഖുൽ ജന്നത മൻ ലാ യൗമുനു ബവായിഖഹു ബിൽ ജാരി. നിരക്കര ഉപദ്രവത്തെ സഹിക്കുകീരാത്ത കാരണത്താൽ ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ സാധ്യമല്ല. മുഹമ്മദ് ബെല്ലവാണ്. പിന്നെ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയത്, എല്ലാ നിരക്കരും മേശയിൽ എത്തും.
കമ്മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരി, തൻ്റെ മതിലോട് സംബന്ധമുള്ള, തൻ്റെ ഓടോട് സംബന്ധമുള്ള, ഇങ്ങനെ തന്നെ പോലും ശബ്ദം കേൾക്കും, ഇങ്ങനെ സംബന്ധം എല്ലാവരും അവിടെ കേൾക്കും. ഫയഖൂൽ, ഒരു ജാർ, ഒരു നിരക്കരൻ ചൊല്ലു, യാ റബ്ബി ഹാദാ അഗ്ലക ബാബഹു ദൂനി. ഇയാൾ ഒരു സമാചാരത്തിനോ ഒരു നന്മക്കോ എന്നെ വിളിച്ചാൽ ഞങ്ങൾ കാണുന്ന വായിൽ കൊട്ടി അടിച്ച മനുഷ്യർ. എല്ലാ നല്ല കാര്യത്തും അയാൾ ക്ലാസ്സാക്കും, അയാൾക്ക് മാത്രം. അയാൾ നന്മ ചെയ്യും, അയാൾക്ക് മാത്രം. ദാനധർമാക്കും അയാൾ അഹലുകാർക്ക് മാത്രം. നന്ദി നിരക്കലുണ്ട്, ആവശ്യമില്ല. ഇത് ഇയാൾ എവിടെ മാഷ് സ്വയാദീസ് കമ്മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരി, ജാരി നിരക്കരയോട് സംബന്ധമില്ലെന്ന് എല്ലാം ഓർമ്മിച്ചു കൂട്ടു. കേസുകൾ മേടിച്ചു, അവിടെ പിന്നെ കേസ് നീങ്ങൊന്നുമില്ലല്ലേ. ബായ് സ്റ്റോപ്പ് ആവും, കൈ വളക്ക വരുത്, കാല് വളക്ക വരുത്, അങ്ങനെ കളവ് പറയുന്നത് ബായിൽ വന്ന് പിന്നെ വളക്ക വരുന്നത് കൈ, കാല്. സൂറത്ത് യാസീനുണ്ട്, നേര് ചൊല്ലണോ അള്ളാഹു നേര് ചൊല്ലണോ ബായ് ഓപ്പൺ ആക്കി പാടും, ബായ് ഓപ്പൺ. ഇങ്ങനെ നോക്കുമ്പോൾ ഹദീസിൽ കൂടി മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇദാ ഇശ്തറൈത ഫാകിഹതൻ ലിഔലാദിക ഫഹ്ദിഹി ബിഅഹ്ലി. നീ എന്തെങ്കിലും അരക്കേജ് എപ്പോൾ ഔത്ത് കൊണ്ടുവന്നെങ്കിലും അരക്കേജ് പോലും മേങ്ങോ സാധ്യമില്ലാത്ത നിന്റെ നിരക്കൽ ഉണ്ടെങ്കിൽ ഒന്നിരിക്കലോ നീ അത് ചെറിയ ഭാഗ ഹദിയാക്കണം. അതല്ലെങ്കിൽ നിന്റെ മക്കൾ തിന്നുന്നത് പ്രവീട്ടായി നീ തിന്നിക്കണം. നിരക്കരുത് പിടിയില്ല. നിരക്കര തുഫാഹിന് എപ്പോഴും നബിസ്വല്ലം തുഫാഹ് ചെന്നു, തുഫാഹ് അത് ആരും യൂസാക്കിയിട്ടല്ല. ഒരു കണ്ട നീ നൽകണം. നൽകില്ലെങ്കിൽ നിന്റെ മക്കളെ കയ്യിലും ബായിലും അതുപോലെ ഫ്രൂട്ട്സുകളെ പിടിച്ച് നിരക്കരയിൽ പോകുമ്പോൾ അപ്പുറത്തുള്ള മക്കൾക്ക് ബേജാറുണ്ട്, അപ്പനെ ഒറ്റയാൾക്ക് സാധ്യതയുണ്ട്. അവിടുത്തെ അല്ലാഹു വസല്ലം ഇത് ഹാല് സുറൂരി, സന്തോഷത്തെ പ്രവേശിപ്പിച്ചു കൊടുക്കും. സന്തോഷം ഉണ്ടാകും, അത് ബേജാറാവത്തില്ല. മക്ക ഒറ്റയാൾക്ക് കടമേത്താനിയെടു അതെടു ഇതെടു, അതിന് നിന്റെ അവകാശം ഈ നിലയിൽ ഉണ്ടാവുന്നു. കീരാനിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഇതാണ് ഭാര്യ പഠിക്കണം. നിങ്ങൾക്ക് നിരക്കയുടെ സംബന്ധം ഭാര്യ കൊറോടി മനുഷ്യ ഭാര്യ അകന്നുകൊണ്ടുള്ള ഈ കാലത്ത് ഭാര്യ അകന്നു, ഭാര്യ ദൂരായി കൊണ്ടുള്ള ഈ സമാനിൽ നിരക്കരുടെ സംബന്ധം. അതിപ്പോൾ ഞാൻ കേൾക്കുള്ളൂ, എൻ്റെ പുതിയ ഒരു സംബന്ധം വരെ ഇതെപ്പോൾ ചെല്ലുന്നത്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ ഒരു അഭിയാനത്തെ ഉണ്ടാക്കിയത്. ജമാഅത്ത് ഇസ്ലാമി ആ നിലക്കൽ ചിന്തിക്കും. നിരക്കരയുടെ ആ സംബന്ധ ഭാര്യ കൊറോടി നിനക്ക് മുണ്ടലില്ല, പിടിക്കലില്ല, അവകാശമില്ല. ഇവിടുത്തെ മറിച്ച് ഓടി എത്ര നിരക്കല്ല സംബന്ധമുണ്ട്. ഒരാൾ നീക്കവയിൽ അമേരിക്ക, ലണ്ടൻ അപ്പുറമെല്ലാം ഉണ്ട്. ഒരാൾ കോഴിക്കോട്, ഒരാൾ ഇപ്പുറം. നിരക്കൊരാൾ വേണം. റൂമയ്ക്കരായാൽ, ചട്ട മാത്രമായാൽ, പാൻറ് മാത്രമായാൽ, ലുങ്കി മാത്രമായാൽ, ജുബ്ബ മാത്രമായാൽ നിനക്ക് ആ നിരക്കര വേണ്ട. ഉള്ള വേണം. മുസലിമം പ്രത്യേക ബാബുൽ ജാർ, ആ ജാരവരും അല്ലാഹു വസല്ലം ലാ യൂമിനു മൻ, പിന്നെ ഒരാളും മുഅ്മിനാവില്ല. ആറ് ജായുഹു ജംബുഹു ജായുൻ, അയാൾ നിരക്കരെ പൈക്കുമ്പോൾ ഇയാൾ പേരെന്ന് വരച്ചത് അങ്ങനെ കഷ്ടപ്പാട് ചിലപ്പോൾ വാർത്ത് 3 kg ചിലപ്പോൾ കണ്ട്രാക്ട് വാങ്ങിക്കും. ചിലപ്പോൾ തിങ്കൾ കൊണ്ട് 2 kg അങ്ങോട്ട് പോലെ തീരാനുണ്ട്. 2 kg ചെയ്തിട്ടില്ല. മനുഷ്യൻ അടിമത്വത്തിൽ ബാക്കിയാക്കാൻ അവൻ തിന്നാതെ പോകണം ബാങ്ക്. അവൻ എൻ്റെ മാഞ്ചെടുത്ത് അവൻ മാഞ്ചെടുത്തോ, ഞാൻ മറ്റെടുത്തോ, നീ ബക്കിലാക്കില്ല, നീ
മാറ്റിയിരുന്നു നിൽക്കുന്നത് നിൽക്കാവില്ല അവന് അവൻ എപ്പമാ ഒരു മാറ്റി എടുത്ത് ചിന്തയ്ക്ക് ഇയാൾ കണ്ടുപോയി ഇയാൾ 1.5 kg മറ്റെടുത്ത് 200 രൂപയിലുണ്ട് അയാൾക്കെന്തോ മനസ്സിൽ മാറ്റി അത് കേസാണ് റാസിമാം ചൊല്ലോ അസഹാബുൽ കഹഫിലെ ചരിത്രം വിവരിക്കുമ്പോൾ അവിടെ സഫീനത്ത് സ്റ്റീമർ സഫീൻ ചെന്ന് ഒരു കപ്പൽ എല്ലാ ഗഗനചുംബി കപ്പലാവുന്നില്ല ഒരു തോട് അപ്പരിപ്പുറ കടക്കിലെ ഒരു പാത്തി തോണി പോലത്തൊന്നും എത്തിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഫീനത്ത് ഉള്ള ആളെ ബഗേൽ ഫഖീർ മിസ്കീൻ ചെന്നല ആ സഫീനത്തുള്ള ആൾക്കും സക്കാത്ത് അവകാശമുണ്ടല്ലേ രാജ് ശരിച്ചാലും ഒരാളുടെ ബൈക്കുണ്ട് ബൈക്ക് ആവശ്യമായിരുന്നു അയാളുടെ അപ്പരിപ്പുറ ബൈക്ക് എടുത്തു സാധുവാണ് എങ്കിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കും ശരി റിക്ഷ വിട്ടാൽ ഫാമിലി റിക്ഷയിൽ കൊണ്ട് അങ്ങനെ ബസ്സിൽ കൊണ്ട് സക്കാത്ത് കൊടുക്കും ഞങ്ങൾ ഒരു ജാതി മനസ്സിൽ ശൈത്താന്യത്ത് നിറച്ച് മനുഷ്യരെ കാണുമ്പോൾ ഞങ്ങൾ എന്തോ നയിക്കും അന്നങ്ങ് മാറ്റം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു ഇനിയുണ്ട് കുറേ വിഷയം ഫളായി ഞങ്ങൾക്ക് ചൊല്ല പണ്ടേ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നിങ്ങൾ നോക്കും നിങ്ങൾക്ക് 36 ആയത്തിൽ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരി ജുനുബി സംബന്ധികരമായ നിലയിൽ സംബന്ധമുള്ള നിരക്കാരുണ്ട് അല്ലാഹു ബഹുമാനിക്കുന്നുണ്ട് ഗൗരവം വൽ ജാരി ജുനുബി ചമ്മ ദൂരമുള്ള നിരക്കാർ ഈ മുട്ടുള്ള നിരക്കരക്ക് ഇമാം റാജ് ചൊല്ലു മുട്ട ചൊല്ലി ജമ്പ് ചെന്നെങ്കിൽ ഒരു ബെഡിൽ കിടക്കുമ്പോ തന്റെ കൈക്ക് തട്ടുമ്പോൾ ഇക്കരെങ്കിൽ ജമ്പ് ചൊല്ലും സൗജത്തിന്റെ സ്ഥാനം അഹിലിയ തന്റെ വൈഫിന്റെ സ്ഥാനം ജാരി കുർബ മുട്ടുള്ള ചെന്നെങ്കിൽ തന്റെ വൈഫ് എന്തായി എന്താക്കുന്നത് അതൊരു അങ്ങനെ ബഗൽ പേരുണ്ട് ഇമാം റാസി ജാരിൽ കുർബ ഒരു ജാരി ജുനുബി ജാരി തെലുഗു അപ്പന് പോകുമ്പോൾ വാർത്ത വേണം അത് വേണം ചാവിടിച്ച് നൽകിയേക്ക് പാവാം ഒരു ജാരിൽ ജുനുബി അയാൾ ജമ്പു ജുനുബു ഇത് ഒരു ജാരിൽ ജമ്പി ജാരി ജണ്ടും ആര് പടോസി നേബർ ജണ്ടു ഭാഗത്ത് ഖുർആൻ ഷരീഫിൽ ചൊല്ലിക്കുമ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ജമ്മ ഫളായിൽ നിരക്കുന്ന ബഗൽ മനസ്സിലാക്കണം ആ ബഗൽ